പണത്തിന് വേണ്ടിയല്ല നിങ്ങളിതൊക്കെ ചെയ്യുന്നത്. പണം തരാൻ ഞങ്ങൾ തയ്യാറാണ്. നമുക്കിത് എത്രയും പെട്ടെന്ന് സെറ്റിൽ ചെയ്തൂടെ? നിങ്ങൾക്ക് എങ്ങനെ എന്നെ മനസ്സിലായി? കിരൺ പറഞ്ഞു നിങ്ങൾ ആരാണെന്ന്. എൻ്റെ ഭാര്യ കിരണുമായിട്ട് സംസാരിച്ചിരുന്നു. പണം തന്നാൽ ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ലെന്നാണ് കിരൺ വാക്ക് തന്നിരിക്കുന്നത്. പണം തരാൻ വേണ്ടിയിട്ട് ഞാൻ അയാളെ കുറേ ദിവസമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അയാളുടെ ഫോൺ സ്വിച്ച് ഓഫാണ്. അതുകൊണ്ടാണ് നിങ്ങളെ കാണാൻ വന്നത്. കിരൺ എവിടെയാണ്? ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സെറ്റിൽ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ കാശ് എനിക്ക് തന്നാൽ മതി. കിരൺ വരുമ്പോൾ അവനോട് ഞാൻ പറഞ്ഞോളാം. അതൊക്കെ, പക്ഷെ വേറെ ആരും ഇതറിയാൻ പാടില്ല. ഇത് പുറത്തിറങ്ങിയാൽ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന നാണക്കേട് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ആർക്കൊരു സംശയമില്ലാത്ത രീതിയിൽ വേണം ഇത് സെറ്റിൽ ചെയ്യാൻ. ഒരു കാരണവശാലും ഫോണിൽ ഈ വിഷയം സംസാരിക്കരുത്. പിന്നെ എങ്ങനെ കാര്യം നടക്കും? അതിന് വഴിയുണ്ട്. നിങ്ങളെന്നെ ഹോസ്പിറ്റലിൽ ഒന്ന് കണ്ടാൽ മതി. നാളെ വൈകുന്നേരം എന്നെ കാണാൻ വരുന്നൊരു രോഗിയായിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ വരണം. പേര് രജിസ്റ്റർ ചെയ്ത് ചാർട്ട് എടുക്കണം. അപ്പോൾ ആർക്കും സംശയം തോന്നില്ല. അവിടെ വെച്ച് ഞാൻ ക്യാഷ് തരാം. എല്ലാം ഓക്കെ ആണെങ്കിൽ നാളെ വൈകിട്ട് നിങ്ങളെ ഞാൻ ഫോണിൽ വിളിക്കാം. എന്നിട്ട് വന്നാൽ മതി. പഴയ നമ്പറിൽ വിളിച്ചെന്നെ കിട്ടില്ല. ഞാൻ വേറൊരു നമ്പർ തരാം, അതിലേക്ക് വിളിച്ചാൽ മതി. പറഞ്ഞു. 9526 375 482. വിനായകൻ, അതാണോ നിങ്ങളുടെ ശരിക്കുള്ള പേര്? ശരി. ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. അടുത്ത കാലത്തൊന്നും അയാൾ ഈ തൂക്കം ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇതിൽ പറ്റിരിക്കുന്ന വെടിമരുന്നിന്റെ അംശവും വളരെ പഴയതാ. ഇത് ക്ലീൻ ചെയ്തിട്ട് തന്നെ ഒരുപാട് നാളായി. മാത്രമല്ല, റൈഫിൾ മാർക്സ് ഇല്ലാത്ത ബുള്ളറ്റാണ് കിരണിന്റെ തലേന്ന് കിട്ടിയത്. അതെങ്ങനെ സംഭവിക്കും? എല്ലാ ബുള്ളറ്റിലും റൈഫിൾ മാർക്സ് ഉണ്ടാവില്ലേ? സാറിന് അറിയാലോ, ഫാക്ടറിയിൽ മാനുഫാക്ചർ ചെയ്യുന്ന തോക്കിന്റെ കുഴലിൽ മാത്രമേ പൊഴികൾ ഉണ്ടാവൂ. അത്തരം തോക്കിന് മാത്രമേ ബുള്ളറ്റിൽ റൈഫിൾ മാർക്സ് ഉണ്ടാക്കാൻ പറ്റൂ. എന്നുവെച്ചാ പൊഴികളില്ലാത്ത ഒരു തോക്കായിരിക്കും കൊലയാളി ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഒരു നാടൻ തോക്ക്. ഒരു നാടൻ തോക്ക് കിട്ടണമെങ്കിൽ എന്തെങ്കിലും അധോലോക ബന്ധം ഉണ്ടാവണം. അല്ലാതെ വെറുതെ ചെന്ന് ചോദിച്ചാലൊന്നും ഒരു കൊല്ലനും തോക്കുണ്ടാക്കി തരില്ല. ഡോക്ടർ ഒരുപക്ഷെ ഒരു വാടക കൊലയാളി ഉപയോഗിച്ചിട്ടുണ്ടാവാം. പേയ്മെന്റ് കൊടുത്തത് മറ്റൊരു രീതിയിലായിരിക്കും. ഹലോ ഹലോ വിനായക. അതെ, ഞാൻ ഡോക്ടർ അരുൺ. ആ, ഇന്ന് വൈകുന്നേരം ഹോസ്പിറ്റലിൽ വരാൻ പറ്റുമോ? പറ്റും. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ വന്നോളൂ. ഞാൻ അപ്പോയിൻമെന്റ് തരാം. അങ്ങനെ ആവട്ടെ. ശരി. കെ വിനായകനല്ലേ? ഏത് ഡോക്ടറെ കണ്ടേ? അരുൺ ജേക്കബ്. അരുൺ ജേക്കബ്. ഡോക്ടറെ കാണണ്ടേ? ഡോക്ടർ വിൽസൺ ചെറിയാനോ? ഇതവിടെ കൊടുത്താൽ മതി കേട്ടോ. ടോക്കൺ നമ്പർ 31. വിനായകൻ, ആ. അകത്തേക്ക് ചെന്നോളൂ. വലിയ എമൗണ്ട് ആയതുകൊണ്ട് ക്യാഷ് അറേഞ്ച് ചെയ്യാൻ കുറച്ച് സമയം വേണമെന്നാണ് ബാങ്കുകാർ പറയുന്നത്. കാശ് എനിക്ക് ഇന്ന് തന്നെ കിട്ടണം. രാത്രി ആകുമ്പോഴത്തേക്ക് അറേഞ്ച് ചെയ്യാം. ഞാനിവിടെ വരണ്ടേ? നോനോ, നിങ്ങൾ എന്നെ കാണാൻ വരണ്ട. പിന്നെ ഞാൻ ചികിത്സിക്കാൻ വരാറുള്ള ചേരിയുടെ അടുത്താണല്ലോ നിങ്ങളുടെ വീട്. ചികിത്സിക്കാൻ എന്നുള്ള മട്ടിൽ ഞാൻ നിങ്ങൾ വന്ന് കണ്ടോളാം. അതാ സേഫ്. പറഞ്ഞല്ലോ, ഈ ഡീൽ രഹസ്യമായിരിക്കണം. മൂന്നാമതൊരാൾക്ക് മനസ്സിലാവാത്ത രീതി വേണം സംസാരിക്കാൻ. എന്നാലേ ഞാൻ വരൂ. രാത്രി ഒരു 9 മണിക്ക് ശേഷം നിങ്ങൾ എന്നെ ഫോണിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് നല്ല സുഖമില്ല, അതുകൊണ്ട് എന്നോട് വന്ന് നിങ്ങളെ കാണാൻ പറയണം. മനസ്സിലായോ? തൽക്കാലം ഡോക്ടറിന്റെ പേഴ്സിലുള്ള എന്തിനാ? എന്താ ഇത്ര അത്യാവശ്യം കാശിന്? സ്റ്റഫ് എടുക്കാനോ? എനിക്ക് അതിലുണ്ട്, പറ്റില്ല. ഇപ്പോൾ എൻ്റെ കയ്യിലൊന്നും ഇല്ല. പണം ഡ്രഗ്സിന് വേണ്ടിയാണെങ്കിൽ ഞാൻ വേറൊരു രീതി സഹായിക്കാം. ഇവിടെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന പെത്തഡീൻ്റെ ഒരു സാമ്പിൾ തരാം. അത് മതിയോ? മതി, പെട്ടെന്ന്. ഇവിടെ വെച്ചാണ് അതൊക്കെ തരുന്നത്. രാത്രി പണമായിട്ട് വരുമ്പം ഞാൻ കൊണ്ടുവരാം. എന്നാ ശരി. ഒരു മിനിറ്റ്. നിങ്ങളിവിടെ വന്നിട്ട് ഞാൻ മരുന്നൊന്നും കുറിച്ചില്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ സംശയം തോന്നും. അതുകൊണ്ട് ഞാൻ വെറുതെ ഒരു ഗുളിക കുറിച്ച് തരാം. വലിയ വിലയൊന്നുമില്ല. ഇവിടുത്തെ ഫാർമസി തന്നെ മേടിച്ചോ. അപ്പോൾ പിന്നെ ആർക്കും സംശയം തോന്നില്ല.